പാർലമെന്റ് അതിക്രമ കേസിൽ അറസ്റ്റിലായ നീലം ആസാദ് പഠനത്തിൽ അസാമാന്യ മികവ് പുലർത്തിയിരുന്നുവെന്നും നാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ മുന്നിലുണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. എപ്പോഴും വായനയുടെ ലോകത്തായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. ഹരിയാനയിലെ ഗസൌ കൂർദിലെ നീലം ആസാദിന്റെ വസതിക്ക് മുന്നിൽ നിന്ന് ആർ അച്യുതൻ ചേരുന്നു. അതെ, അച്യുതൻ, ഗുഡ് മോർണിംഗ്. വളരെ സമർത്ഥയായ ഒരു വിദ്യാർത്ഥി, നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൽ ഇടപെടുന്ന ഒരു വ്യക്തി, ഇങ്ങനെയൊക്കെയാണ് നീലം ആസാദിനെ കുറിച്ച് പുറത്തേക്കുള്ള ഇമേജ്. അതിനപ്പുറമായി നമുക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ അതിനുള്ള മാർഗം എന്താണ് എന്നൊരു ചോദ്യം കൂടി ഉദിക്കുന്നില്ലേ? എന്താണ് അവിടെ നിന്നുള്ള നാട്ടുകാർ പറയുന്നത്? ആ വീടിൻ്റെ ഒരു അവസ്ഥ എന്താണ്? പൊതുവായി ആ സാഹചര്യമാണോ ഈ രീതിയിൽ? എന്താണ് ഈ കുട്ടി ഇങ്ങനെ മീൻസ് ഈ ഒരു കൃത്യം ചെയ്യാനുള്ള കാര്യം? കൃഷ്ണ സ്മിത, ഞാനുള്ളത് ഗസൗ കൂർദിലെ നീലം ആസാദിന്റെ വസതിക്ക് മുൻപിലാണ്. ഈ കാണുന്നതാണ് നീലം ആസാദിന്റെ വസതി. ഈ വീട്ടുകാരായിരുന്നാലും നാട്ടുകാരായിരുന്നാലും നീലം ആസാദിനെ കുറിച്ച് പറയുന്നത് ഈ പഠനത്തിന്റെ കാര്യത്തിലായിരുന്നാലും വലിയ മികവ് പുലർത്തിയിരുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ്. ഒപ്പം തന്നെ നാട്ടിലെ പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങളായിരുന്നാൽ കൂടി അതിന്റെ പരിഹാരം കാണുന്നതിൽ മുന്നിൽ നിന്ന് നയിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു 37-കാരിയായ നീലം ആസാദ്. ഈ കർഷക സമരങ്ങളിലായിരുന്നാലും അതുപോലെ തന്നെ ഗുസ്തി തരംഗങ്ങളുടെ സമരങ്ങളിലായിരുന്നാലും നിറസാന്നിധ്യമായിരുന്നു. ഒപ്പം തന്നെ യാതൊരു പ്രശ്നങ്ങളിലും ഇതുവരെയും ചെന്നുപെട്ടിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പ്രതിഷേധമാണ് അറിയിച്ചത്. അതായത് ഇന്ന് യുവത്വം നേരിടുന്ന പ്രശ്നമാണ് രാജ്യത്തെ തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ സമൂഹത്തെ ബാധിക്കുന്ന വിലവർധന. അപ്പോൾ ഇതിനെതിരെയാണ് പ്രതിഷേധം നടത്തിയത് എന്നുള്ളതാണ് നാട്ടുകാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ ഈ ഭീകരവാദിയായി മുദ്രകുത്തുന്നത് ശരിയല്ല എന്നും നാട്ടുകാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതായത് അത്തരം പ്രതിഷേധിക്കുന്നവരെ ഇത്തരത്തിൽ ഭീകരവാദികളായിട്ട് മുദ്ര കുത്തുന്നുവെങ്കിൽ എല്ലാവരെയും അത്തരത്തിൽ മുദ്ര കുത്തേണ്ടതാണ്. എല്ലാവരും പ്രതിഷേധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. നീലം ആസാദിനെ പറ്റി ഒരു മോശം വാക്ക് പോലും ഈ നാട്ടിൽ നമുക്ക് കേൾക്കുവാൻ കഴിയില്ല. കാര്യം അത്തരത്തിൽ വീട്ടുകാർ പറയുന്നത് ഏത് സമയവും സദാസമയവും പുസ്തകത്തിന്റെ ലോകത്താണ്. കുട്ടിക്കാലം മുതൽ തന്നെ വായന അതൊരു ശീലമാക്കി തന്നെ കൊണ്ടുപോയി ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുപോയിരുന്നു. ഇന്നലെ നമ്മൾ നീലം ആസാദിന്റെ റൂമിനുള്ളിൽ നമ്മൾ ചെന്നിരുന്നു. ആ സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് ചുമരിലായിരുന്നാലും ഈ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചെറിയ ചെറിയ എഴുതി ചുമരിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതും ഒപ്പം തന്നെ APJ അബ്ദുൽ കലാമിന്റെ ആശയങ്ങൾ അതുള്ള പോസ്റ്ററുകളൊക്കെ ചുമരിൽ പതിപ്പിച്ച നിലയിലുമാണ് നീലം ആസാദിന്റെ മുറി. ഒപ്പം തന്നെ നീലം ആസാദിന്റെ കിടക്കയ്ക്ക് അടിയിലായിട്ടൊരു വലിയ അറ തന്നെയുണ്ട്. ഈ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ അറ തന്നെയുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങളുടെ ലോകത്ത് തന്നെയായിരുന്നു. അത്തരത്തിൽ ആരെയും അല്ലെങ്കിൽ ഭയപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ആർക്കും ഉപദ്രവിക്കാനോ അല്ല നീലം ആസാദ് ശ്രമിച്ചത്. പകരം ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം ചോദിക്കുകയാണ്, ഏത് തരത്തിലുള്ള പുസ്തകങ്ങളായിരുന്നു അത്? ഒരേ സ്വരത്തിൽ ഇവിടെ പഠനവുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ഈ ജനറൽ നോളജ് സംബന്ധിച്ചുള്ള പുസ്തകങ്ങളും ഒപ്പം മറ്റ് നോവലുകളും ഒക്കെ തന്നെയാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. ഇത് കൂടുതലും ഈ അടുത്ത കാലത്ത് സമീപകാലങ്ങളിൽ ഈ സർക്കാർ ജോലിക്കായിട്ടുള്ള പഠനത്തിലായിരുന്നു. കുടുംബത്തിലുള്ള മറ്റംഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ജനറൽ നോളജ് സംബന്ധമായ കാര്യങ്ങളാണ് നമുക്ക് ഈ ചുമരിലാകെ കാണാൻ കഴിഞ്ഞത്. അതായത് കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ എഴുതിയിട്ട് ഈ ഒരു പേപ്പറിൽ, വെള്ള പേപ്പറിൽ കറണ്ട് അഫയേഴ്സ് എന്ന് എഴുതി ഈ ചുമരിൽ ഒട്ടിച്ചിരുന്നത് കാണാമായിരുന്നു. ഒപ്പം തന്നെ ഈ മറ്റ് ഈ GK സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ കാണുവാൻ കഴിഞ്ഞത്. ഒപ്പം മറ്റ് നോവലുകളും ചില ഈ പറഞ്ഞ APJ അബ്ദുൽ കലാമിന്റെയും അംബേദ്കറിന്റെയും ഒക്കെ ആശയങ്ങൾ അത് എഴുതിയ ഈ ചെറിയ ചെറിയ ചിത്രങ്ങൾ ഒക്കെയാണ് ആ മുറിക്കുള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. യാതൊരു തരത്തിലുള്ള അല്ലെങ്കിൽ അസ്വാഭാവികമായ ഒന്നും തന്നെയില്ല. ഒരു പഠിക്കുന്ന ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു വ്യക്തിയുടെ മുറി എങ്ങനെയാണോ ആ രീതിയിൽ വളരെ അടുക്കും ചിട്ടയോട് കൂടിയും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ മാത്രമായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിച്ചിരുന്നത്. ക്രിസ്റ്റീന, സ്മിത. ഒരു കാര്യം കൂടി അച്യുതൻ, അവിടെ ചെന്ന് നിന്നു. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കുക, അതിൻ്റെതായ മാർഗങ്ങളുണ്ട്. കാരണം മാർഗം തെറ്റിപ്പോയി കഴിയുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ. ഇനി ഒരു പ്രതിഷേധം ആ രീതിയിൽ അതിനുപോലും സാഹചര്യം ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ തീർച്ചയായിട്ടും എവിടെയോ തെറ്റിയിട്ടുണ്ട്. അപ്പം ഈ അടുത്ത ബന്ധമുള്ളവരെ ആരെങ്കിലും കണ്ട് അവരുടെ ഒരു പ്രതികരണങ്ങൾ എടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഈ രീതിയിലൊരു ചിന്ത അത് മാറി തുടങ്ങിയത് എപ്പോഴാണെന്നോ ആ രീതിയിൽ എന്തെങ്കിലും പ്രതികരണോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ നമ്മളോട്?
സഹോദരൻ നമ്മളോട് സംസാരിച്ചിരുന്നു. സഹോദരൻ പറഞ്ഞത് ഈ അസ്വാഭാവികമായുള്ള ഒരു അല്ലെങ്കിൽ അത്തരം ഒരു പ്രവണതയൊന്നും ഈ അവസാന നിമിഷങ്ങളിലൊന്നും തന്നെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായി തന്നെ ഡൽഹിയിലേക്ക് ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് പോകുന്നു എന്നത് മാത്രമാണ് പറഞ്ഞത്. അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന 2000 രൂപ കൊടുത്തുവിട്ടതും. എന്നാൽ പിന്നീടാണ് ഒരു ഉച്ചയോടുകൂടിയാണ് 13-ാം തീയതി ഉച്ചയോടുകൂടിയാണ് ഈ വാർത്തകൾ കുടുംബം അറിയുന്നത്. അയൽവക്കത്തുള്ള ആളുകൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഇതുപോലെ വാർത്ത ഒന്ന് വയ്ക്കണം, നീലം ആസാദിന്റെ പേര് കേൾക്കുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ വാർത്ത വയ്ക്കുന്നു. തുടർന്നാണ് ഈ നടന്ന സംഭവ വികാസങ്ങളെ പറ്റി കുടുംബം അറിയുന്നത്. അതുകൊണ്ട് കുടുംബം പറയുന്നത്, നമുക്ക് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്, ഇത്തരം ഒരു പ്രതിഷേധം പദ്ധതി ഇട്ടിരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നും തന്നെ അറിയില്ല. പോലീസ് ഈ 15-ാം തീയതി രാത്രി പോലീസ് വീട്ടിൽ വന്നിരുന്നു, പരിശോധന നടത്തിയിരുന്നു. ഇന്നലെ നീലം ആസാദുമായി സംഘം ഇവിടെ എത്തുമെന്നായിരുന്നു നമുക്ക് അറിയുവാൻ കഴിയുന്നത്. പുലർച്ചെ വരെ നമ്മൾ കാത്തിരുന്നെങ്കിലും സംഘം എത്തിയിട്ടില്ല. നിലവിൽ വൈദ്യ പരിശോധന ഡൽഹിയിൽ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇവിടെ വീട്ടിലെത്തിച്ച് മറ്റ് ഈ തെളിവെടുപ്പ് പോലുള്ള കാര്യങ്ങൾ നടത്തുമെന്നുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ കഴിഞ്ഞത്. പക്ഷെ അത് ഇതുവരെയും നടന്നിട്ടില്ല. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഒരുപക്ഷെ അതുകൂടി നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയും. അത്തരത്തിൽ കുടുംബം അവിടെ തന്നെ തുടരുന്നുണ്ട്. ഹരിയാനയിൽ നിന്നാണ് നീലം ആസാദിന്റെ വസതിക്ക് മുന്നിൽ നിന്നാണ് ആർ അച്യുതൻ വിവരങ്ങളുമായി ചേർന്നത്. അപ്പോൾ അച്യുതൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇത്തരത്തിൽ ഒരു കൃത്യം നടത്തുക, അതിനൊരു മുൻകൂട്ടി ആസൂത്രണം ചെയ്തതൊന്നും തന്നെ വീട്ടുകാരും തന്നെ അറിഞ്ഞിട്ടില്ല. നല്ല അഭിപ്രായങ്ങളാണ് നീലം ആസാദിനെ കുറിച്ച് അവർക്കെല്ലാം പറയാനുള്ളത് അല്ലേ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.